സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ഇനിയും വൈകും. എംപ്ലോയീസ് ട്രഷറി സേവിംഗ്സ് അക്കൗണ്ടിലെത്തിയ പണം ബാങ്ക് വഴി പിൻവലിക്കാനാകാത്തതാണ് കാരണം. ഓൺലൈൻ ഇടപാടും നടക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ട്രഷറിയിലേക്ക് പണം എത്തിക്കാൻ സർക്കാർ തിരക്കിട്ട നീക്കം നടത്തുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നത് ഇതാദ്യമായാണ്. സാങ്കേതിക തടസ്സം മാത്രമാണ് കാരണമെന്ന് ധനവകുപ്പ് വിശദീകരിക്കുന്നുണ്ടെങ്കിലും ട്രഷറിയിൽ പണമില്ലാത്തത് തന്നെയാണ് പ്രധാന കാരണമെന്നാണ് സൂചന. സെക്രട്ടേറിയറ്റിലെ 97,000 ജീവനക്കാർക്ക് 1-ാം തീയതി തന്നെ ശമ്പളം ലഭിക്കേണ്ടതാണ്. ആരോഗ്യ പ്രവർത്തകർക്കും അധ്യാപകർക്കും 2-ാം തീയതിയാണ് ശമ്പളം കിട്ടുന്നത്. എന്നാൽ ശമ്പളം ജീവനക്കാരുടെ ട്രഷറി സേവിംഗ്സ് അക്കൗണ്ടിലെത്തിയെങ്കിലും അക്കൗണ്ട് വഴി പിൻവലിക്കാൻ കഴിയുന്നില്ല. പണമില്ലാത്തതിനെ തുടർന്ന് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നതിനാൽ ശമ്പളം കിട്ടുന്നില്ല എന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ ആരോപിക്കുന്നത്. പണം ഉടൻ ട്രഷറിയിൽ എത്തിക്കാനുള്ള തിരക്കിട്ട നീക്കം സർക്കാർ നടത്തുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് പണം എത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലാഭവിഹിതവും നീക്കിയിരിപ്പും ട്രഷറിയിൽ നിക്ഷേപിക്കണം. ശമ്പളം മുടങ്ങിയതോടെ പ്രതിഷേധം കടുപ്പിച്ച് ജീവനക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ശമ്പളം മുടങ്ങാൻ കാരണമെന്ന് ആരോപിക്കുന്ന സംഘടനകൾ ഇനിയും ശമ്പളം വൈകിയാൽ പ്രത്യക്ഷ സമരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.